Hello, dear students. So, welcome back to my channel. So, after a short break, we are back with another question paper analysis. ഈ കഴിഞ്ഞ സെക്കൻഡ് ടേം +1 ജോഗ്രഫി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു ഈ കഴിഞ്ഞ ജോഗ്രഫി +1 എക്സാം, സെക്കൻഡ് ടേം എക്സാമിനേഷൻ. കാരണം കഴിഞ്ഞ മോഡൽ അതേപോലെ ബോർഡ് എക്സാമിന്റെ അതേ പാറ്റേൺ തന്നെയാണ് ഇവര് സെക്കൻഡ് ടേം എക്സാമിനും പിന്തുടർന്നത്. അതായത് ഏകദേശം സെക്ഷൻസ് ഒക്കെ സെയിം ആയിരുന്നു, MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ പാറ്റേൺ അതായത് മാർക്കിംഗ് സ്കീം എല്ലാം സെയിം തന്നെ ആയിരുന്നു. അതുകൊണ്ട് നമുക്കൊരു പുതുമയൊന്നും ഈ കഴിഞ്ഞ എക്സാമിന് തോന്നിയിരുന്നില്ല. ഇതേ പാറ്റേൺ തന്നെ മോഡലിലും തുടരുമെന്ന് വിശ്വസിക്കുന്നു. എനിവേ, നമ്മളുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുള്ള മറ്റ് വീഡിയോസിൽ നിന്നൊക്കെ ഒരുപാട് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ്, അതുകൊണ്ടാണ് ഞാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്ന് പറയാൻ കാരണം ആ വീഡിയോസ് ഒക്കെ ഫോളോ ചെയ്ത കുട്ടികൾക്ക് വളരെ ഈസി ആയിരുന്നു, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പേപ്പറും കൂടി ആയിരുന്നു ഈ കഴിഞ്ഞ എക്സാമിനേഷൻ. അപ്പോൾ അത് അധികം നല്ലതായിട്ട് എഴുതാൻ പറ്റാത്ത കുട്ടികൾ വിഷമിക്കേണ്ട, ഈ വീഡിയോസിലെ ആൻസേഴ്സ് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസും കൂടി കണ്ട് എല്ലാം നല്ല രീതിയിൽ നിങ്ങൾ ഒന്ന് എഴുതി പ്രിപ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന മോഡൽ അതുപോലെ തന്നെ നിങ്ങളുടെ +1 ബോർഡ് എക്സാം നല്ല മാർക്കോട് കൂടി, ഹൈ മാർക്ക്, ഒരു A+ മാർക്കോട് കൂടി തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം വി ക്യാൻ ജസ്റ്റ് ഗോ ടു വൺ ബൈ വൺ. ഓരോ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് കടന്നു പോകാം. സോ ഇതായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. സെക്ഷൻ എ എന്ന് പറയുന്നത് മുൻ വർഷത്തെ പോലെ തന്നെ, അതായത് മുൻ എക്സാമിനേഷൻ ബോർഡ് മോഡൽ 2024 കഴിഞ്ഞ എക്സാമിനേഷന്റെ അതേ പാറ്റേൺ തന്നെയാണ്. 1 വേർഡ് ക്വസ്റ്റ്യൻസ്, ദാറ്റ് മീൻസ് MCQ ആയിരുന്നു. 4 ഓപ്ഷൻസ് ഉള്ള 6 ചോദ്യങ്ങളാണ് ആദ്യം. അത് എല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. 6 മാർക്കാണ്, 6 × 1 6 മാർക്സ് ആണ് ആ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ 1 ബൈ 1 നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്ത്യയുടെ റാങ്കിങ്, അതായത് സൈസിന്റെ അടിസ്ഥാനത്തിൽ, വലിപ്പത്തിന്റെ അല്ലെങ്കിൽ വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ലോകത്ത് എത്രാമതാണ്? ഇൻ ടേംസ് ഓഫ് സൈസ് ഓർ ഏരിയ, ഇന്ത്യസ് റാങ്ക് ഈസ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, ഓപ്ഷൻ സി 7th ആണ്. 7ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ടേം ജോഗ്രഫി ഫസ്റ്റ് കോയിൻഡ് ബൈ, ഇതും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ ഉള്ളൊരു ബേസിക് അല്ലെങ്കിൽ ഒരു ജനറൽ ചോദ്യമാണ്, ഒരു GK കൂടിയാണ്. ജോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്, ഭൂമിശാസ്ത്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഇറാത്തോസ്തെനസ് ആണ്. മറന്നുപോയത്, ഇറാത്തോസ്തെനസ് കോയിൻഡ് ദ ടേം ജോഗ്രഫി. ഇനി അടുത്തത് ഇപ്പൊ 2 ഉത്തരങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചാൻസ് എന്ന് പറയാൻ കാര്യം, ആ ഡയഗ്രാം കുറച്ച് വ്യക്തത കുറവുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം A എന്ന് പറയുന്നത് ഇങ്ങനെ ഇവര് ബ്രാക്കറ്റിന്റെ അകത്തോട്ട് ഇവിടെ കാണാൻ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് കൺഫ്യൂസിങ് എന്ന് പറഞ്ഞത്. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഇതില് ഈ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏത് ഓർഡറിലാണ് എന്നതാണ് എഴുതേണ്ടത്. A, B, C ഏതെല്ലാമാണ്, ആ ഓർഡർ എങ്ങനെയാണെന്നാണ്. ഇത് നിങ്ങൾ നോക്കുമ്പോൾ ക്രസ്റ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇവിടെ. ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ പരിശോധിച്ച് നോക്കിയാൽ ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് എഴുതാനാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയഗ്രാം ആണ്. നിങ്ങൾക്കറിയാം, ഭൂമിയുടെ ഉള്ളറ അല്ലെങ്കിൽ ഇന്റീരിയർ ഓഫ് ദി എർത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഡയഗ്രാം ആണ്. അപ്പൊ B എന്തായാലും മാൻഡിലായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും ഇന്നർ പാർട്ട് എന്ന് പറയുന്നത് കാമ്പ് അല്ലെങ്കിൽ കോറാണ്. അപ്പോൾ ക്രസ്റ്റ്, മാൻഡിൽ, കോർ എന്നൊരു ഉത്തരം നമുക്ക് എഴുതാം. പക്ഷേ ഇതില് മറ്റൊരു ഇത് വരുന്നത്, ഞാൻ ഈ ഡയഗ്രാം കൂടി കാണിച്ചു തരാം. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ക്രസ്റ്റ് ആൻഡ് അപ്പർ പാർട്ട്, ഇത്രയും ഭാഗം ലിത്തോസ്ഫിയർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്, അല്ലെ, ശിലാമണ്ഡലം. ക്രസ്റ്റും അപ്പർ മാൻഡിൽ എന്ന് പറയുന്ന ആ പാർട്ടും. അപ്പൊ അങ്ങനെ നമ്മൾ തരംതിരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ അതില് ലിത്തോസ്ഫിയർ വരാനും ഒരു ചാൻസ് ഉണ്ട് ഈ ക്വസ്റ്റ്യന്. അതായത് ക്രസ്റ്റിന്റെ അപ്പർ പാർട്ട് കൂടി കവർ ചെയ്യുന്നത് കാരണം, ഈ ഒരു A പാർട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും, ഇത്രയും ഭാഗം കൂടി കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഉത്തരം ലിത്തോസ്ഫിയർ, മാൻഡിൽ, കോറും ആകാം. ഒരു ഡയഗ്രാം അങ്ങനെ. അതായത് നമുക്ക് ഇത് രണ്ടും എഴുതിയാലും ഇവിടെ മാർക്ക് കൊടുക്കാൻ നമുക്ക് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാർക്ക് കിട്ടും നിങ്ങൾക്ക്. ഇത് രണ്ടും എഴുതിയവർക്ക് ഉത്തരം ശരിയായിരിക്കും. പക്ഷെ സിയും ഡിയും എന്തായാലും അല്ല. അപ്പോൾ A അല്ലെങ്കിൽ B. എനിക്ക് കറക്റ്റായിട്ട് തോന്നുന്നത് B ആയിട്ടാണ്, അതായത് ലിത്തോസ്ഫിയർ ആയിട്ടാണ് വരുന്നത്. കാര്യം ക്രസ്റ്റ് ഓൾറെഡി അവരവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് അപ്പർ പാർട്ടായിട്ട്. അപ്പൊ ലിത്തോസ്ഫിയർ അതുപോലെ തന്നെ അപ്പർ മാൻഡിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ B ആയിരുന്നു ഇതിന്റെ ശരി ഉത്തരം. പക്ഷെ A എഴുതിയവർക്കും മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ Aയും നമുക്ക് ആൻസർ ആയിട്ട് തന്നെ കണക്കാക്കാൻ സാധിക്കും. ഈ ഒരു ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 4ാമത്തെ ചോദ്യം, എ ട്രിബ്യൂട്ടറി ഓഫ് ഗംഗാ റിവർ, ഗംഗാ നദിയുടെ ഒരു പോഷക നദി ഏത് എന്നതാണ് അടുത്ത ചോദ്യം. അതും വളരെ ഡയറക്റ്റ് അല്ലെങ്കിൽ സിമ്പിൾ ഒരു ചോദ്യമാണ്. യമുനയാണ് ഉത്തരം. ഗംഗയുടെ ഒരു പോഷക നദി യമുനയാണ്. കാരണം കാവേരി, നർമ്മദ എന്നൊക്കെ പറയുന്നത് ഉപദ്വീപീയ നദി അല്ലെങ്കിൽ പെനിൻസുലാർ റിവേഴ്സ് ആണ്. അതുപോലെ ലൂണി എന്ന് പറയുന്നത് എന്താണ്, രാജസ്ഥാനിലെ ഒരു പ്രധാന റിവർ സിസ്റ്റമാണ്. അതും ഹിമാലയത്തിന്റെ പാർട്ടാണെങ്കിലും നമ്മൾ രാജസ്ഥാനിലാണ്. അപ്പൊ എന്തായാലും ലൂണിയല്ല, കാവേരിയുമല്ല, നർമ്മദയുമല്ല, യമുനയാണ്.
പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മറ്റ് നമുക്കറിയാം ഗംഗ കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലോട്ട് ഓർമ്മ വരുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദിയാണ് യമുന. ഡൽഹിയിലൂടെ ഒഴുകുന്ന നദിയാണ്, താജ്മഹലിന്റെ ഒക്കെ പുറകിലൂടെ ഒഴുകുന്ന നദിയാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 5ാമത്തെ ചോദ്യം, ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് സ്റ്റഡീസ് സോയിൽ, മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത് എന്നതാണ്. അപ്പൊ 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു: പെട്രോളജി, ജിയോളജി, പാലിയന്റോളജി, പെഡോളജി. അപ്പൊ ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് പെഡോളജി ആണ്. കാരണം പെട്രോളജി വരുന്നുണ്ട്. പെട്രോളജി റോക്കുകളെ പറ്റിയുള്ള, അതായത് ശിലകളെ പറ്റിയുള്ള ശാസ്ത്രശാഖയാണ്. അതുപോലെ ജിയോളജി എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഉള്ളറകളെ പറ്റിയൊക്കെയുള്ള ശാസ്ത്രശാഖയും, പാലിയോന്റോളജി എന്ന് പറയുമ്പോൾ പഴയകാല ഫോസിലുകളെ പറ്റിയൊക്കെയുള്ള പഠന ശാഖ അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ ആണ്. അത് നോക്കുമ്പോൾ പെഡോളജി ആണ് ഉത്തരം. സംശയം വരാം, പക്ഷേ ഇനി നിങ്ങൾ മറന്നു പോകരുത്, തെറ്റിച്ചവർ ഇത് തെറ്റിക്കാതിരിക്കുക. പെഡോളജി ആണ് ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് സ്റ്റഡീസ് സോയിൽ, മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാഖ പെഡോളജി ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു ആ സെക്ഷനിലെ. ഐഡന്റിഫൈ ദ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോം ക്രിയേറ്റഡ് ബൈ വേവ്സ്, തിരമാല ഉണ്ടാക്കുന്ന നിക്ഷേപ ഭൂരൂപത്തെ തിരിച്ചറിയുക എന്നതായിരുന്നു ചോദ്യം. ഉവാല, ഡെൽറ്റ, ബീച്ച്, ബർക്കൻസ്, അതായിരുന്നു ഓപ്ഷൻസ്. വളരെ സിമ്പിൾ ചോദ്യമാണ്. വേവ്സ്, തിരമാല നമുക്ക് എവിടെ പോയാലാണ് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും പോയിട്ടുള്ള സ്ഥലമാണ് ബീച്ച്. അപ്പോൾ ബീച്ച് ഒരു ഡെപ്പോസിഷൻ ഫീച്ചറാണ്, കാരണം ബാക്കി ഒന്നും തിരമാലയായിട്ട് ബന്ധം വരുന്നില്ല. ഓക്കെ, പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു സിമ്പിൾ ചോദ്യമായിരുന്നു. ബീച്ചാണ് ഉത്തരം. സോ ഇതായിരുന്നു ഫസ്റ്റ് സെക്ഷൻ. ഇനി നമുക്ക് സെക്ഷൻ ബിയിലോട്ട് പോകാം. 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 12ഓളം ചോദ്യമുണ്ട്. നിങ്ങൾ 10 എണ്ണം അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ഒരു 20 മാർക്സ് 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ ബി. സോ 1 by 1 നമുക്ക് ഡിസ്കസ് ചെയ്യാം. 7th ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ബ്രാഞ്ചസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി. വീണ്ടും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. ഭൗതിക ഭൂമിശാസ്ത്ര ശാഖകൾ തിരിച്ചറിയുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം സിസ്റ്റമാറ്റിക് അപ്രോച്ച് അല്ലെങ്കിൽ വ്യവസ്ഥാപിത സമീപനത്തിന്റെ കീഴിലാണ് ഫിസിക്കൽ ജോഗ്രഫി വരുന്നത്. ഫിസിക്കലും ഹ്യൂമനും വരുന്നുണ്ട്, അതുപോലെ ബയോ ജോഗ്രഫി. ഇതിൽ ഫിസിക്കൽ ജോഗ്രഫിയുടെ ബ്രാഞ്ചസ് ആണ് 4ഓളം ശാഖകളുണ്ട്. ജിയോമോർഫോളജി അഥവാ ഭൂരൂപീകരണ ശാസ്ത്രം, ക്ലൈമറ്റോളജി കാലാവസ്ഥ ശാസ്ത്രം, ഹൈഡ്രോളജി ജലശാസ്ത്രം, സോയിൽ ജോഗ്രഫി മണ്ണ് ഭൂമിശാസ്ത്രം. ഓക്കെ, ഇത് 4 ബ്രാഞ്ചസ്. ഇത് 2 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ ഈ 4 ജസ്റ്റ് ഈ പേര് മാത്രം എഴുതിയാൽ മതി, ഇതിനെ ഡിഫൈൻ ചെയ്യുക പോലും വേണ്ട. ജസ്റ്റ് ജിയോമോർഫോളജി, ക്ലൈമറ്റോളജി, ഹൈഡ്രോളജി, സോയിൽ ജോഗ്രഫി അഥവാ ഭൂരൂപീകരണ ശാസ്ത്രം, അതുപോലെ കാലാവസ്ഥ ശാസ്ത്രം, ജലശാസ്ത്രം, മണ്ണ് ഭൂമിശാസ്ത്രം എന്ന് എഴുതിയാൽ തന്നെ 2 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇനി ഇതിൽ നിന്ന് ചോദിക്കാവുന്ന, ഇത് ചോദിച്ച സ്ഥിതിക്ക് അടുത്ത എക്സാമിന് എന്തായാലും ഇത് ഡയറക്റ്റ് റിപ്പീറ്റ് ഇപ്പൊ മോഡലിൽ വരണമെന്നില്ല, ബോർഡിന് വരാം. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചാണ്. ഇതിലേതെങ്കിലും ഒന്നിന്റെ ഡെഫിനിഷൻ ചോദിക്കും. ഫോർ എക്സാമ്പിൾ, എന്താണ് രൂപീകരണ ശാസ്ത്രം അല്ലെങ്കിൽ വാട്ട് ഈസ് ജിയോമോർഫോളജി എന്ന് മുൻ വർഷത്തിൽ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഏതെങ്കിലും ഒരു ജോഗ്രഫിയെ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. അപ്പൊ അങ്ങനെയും കൂടി അത് പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് എ നാച്ചുറൽ ഹസാർഡ് earthquake causes many effects, mention a few hazardous effects of earthquake. അപ്പോൾ ഒരു പ്രകൃതി ദുരന്തം എന്ന നിലയിൽ ഭൂകമ്പം ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ദുരന്തത്തിന്റെ പരിണിത ഫലങ്ങൾ എന്തെല്ലാം? അതാണ് ചോദ്യം. അപ്പൊ 2 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ 4 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ എഴുതേണ്ടത്. നിങ്ങൾ ഒരുപാട് 8ഓ 10ഓ പോയിന്റ്സ് നിങ്ങൾ ഇതിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ പക്ഷെ നമുക്ക് 12ഓളം ഉണ്ട്. ടെക്സ്റ്റിലൊക്കെ 12ഓളം പോയിന്റുകളാണ് എഫക്ട്സ് ഓഫ് എർത്ത്ക്വേക്ക്, ഭൂകമ്പത്തിന്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചത്. എല്ലാം എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു 4 പോയിന്റ് ആണ് ഇവിടെ എഴുതേണ്ടത്. ഇതിൽ ഏതെങ്കിലും 4 എണ്ണം നല്ല, അതായത് 4 അല്ലാതെ കൂടുതൽ പഠിച്ചു വെച്ചിട്ട് ഒരു 6 എണ്ണമെങ്കിലും ഒക്കെ പഠിക്കുക. കാരണം ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാം. കാരണം എസ് ആയിട്ടൊന്ന് ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഒരു 3 മാർക്കിന് ചോദിച്ചാൽ ഒരു 6 പോയിന്റോളം എഴുതാം. നിങ്ങൾ ഒരു 6ഓ 7ഓ ഒക്കെ പോയിന്റ് പഠിച്ചു വെച്ചേക്കുക. എളുപ്പമുള്ള ഒരു 4 എണ്ണമാണ് ഇവിടെ എഴുതേണ്ടത്. ഏതെങ്കിലും എഴുതുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഗ്രൗണ്ട് ഷേക്കിങ്, അതായത് കമ്പനം, ഭൂമിയുടെ ഉപരിതലത്തിലെ രൂപമാറ്റം, മണ്ണൊലിച്ചു പോകൽ, അതുപോലെ വസ്തുക്കളുടെ പതനം, സുനാമി, തീ, ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്ന സിമ്പിൾ പോയിന്റുകളാണ്. ഏതെങ്കിലും 4 എണ്ണം പഠിച്ചു വെച്ചേക്കുക. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം, വെഗ്നർ സജസ്റ്റഡ് 2 ഫോഴ്സസ് ദാറ്റ് റെസ്പോൺസിബിൾ ഫോർ ദ മൂവ്മെന്റ് ഓഫ് കോണ്ടിനെന്റ്സ്. മെൻഷൻ ദ 2 ഫോഴ്സസ് ഫോർ ഡ്രിഫ്റ്റിംഗ് ഓഫ് കോണ്ടിനെന്റ്സ്. ഇത് വൻകര വിസ്ഥാപന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ്. ആൽഫ്രഡ് വെഗ്നറിന്റെ തിയറിയാണ്. അദ്ദേഹം 2 ഫോഴ്സസ്, 2 ബലങ്ങളെ പറ്റി പറയുന്നത്. ആ 2 ബലങ്ങളുടെ പേര് മാത്രം എഴുതിയാൽ മതി. വളരെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏതെല്ലാമാണ് അദ്ദേഹം പറഞ്ഞ 2 ഫോഴ്സസ്? പോളാർ ഫ്ലീയിങ് ഫോഴ്സ് അല്ലെങ്കിൽ പോൾ ഫ്ലീയിങ് ഫോഴ്സ് അഥവാ ധ്രുവോന്മുഖ ചലനവും അതുപോലെ തന്നെ വേലിബല ചലനവും, ടൈഡൽ ഫോഴ്സ്. ഈ 2 പേര് എഴുതിയാൽ മാത്രം മതി. ഇതാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. ആൽഫ്രഡ് വെഗ്നർ മുന്നോട്ട് വെച്ച 2 ഫോഴ്സസ് ഏതൊക്കെയാണ്? പോളാർ ഫ്ലീയിങ് ഫോഴ്സ് അല്ലെങ്കിൽ ധ്രുവോന്മുഖ ചലനവും, ടൈഡൽ ഫോഴ്സ് വേലിബല ചലനവും. അടുത്ത 10ാമത്തെ ചോദ്യം,
റൈറ്റ് 2 എക്സാമ്പിൾസ് ഈച്ച് ഫോർ മൈനർ പ്ലേറ്റ്സ് ആൻഡ് മേജർ പ്ലേറ്റ്സ്. 2 മൈനർ അഥവാ ചെറുഫലകങ്ങളുടെയും 2 മേജർ പ്ലേറ്റ് പ്രധാന ഫലകങ്ങളുടെയും പേര് എഴുതാനാണ്. അങ്ങനെ മൊത്തം 4 എണ്ണം, അര മാർക്ക് വെച്ച് നിങ്ങൾക്ക് കിട്ടും. അതും വളരെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 7 മേജർ പ്ലേറ്റ്സ് ആണ് ഉള്ളത്. അത് പഠിക്കാൻ വളരെ സിമ്പിളുമാണ്. കാരണം നമ്മുടെ 7 കോണ്ടിനെന്റ്സ് ആലോചിച്ചാൽ മതി. അതിൽ ഒരു കോണ്ടിനെന്റ് മാറ്റി അതിൽ പസഫിക് പ്ലേറ്റും കൂടി കയറ്റിയാൽ മതി. ബാക്കിയെല്ലാം ഏകദേശം ഇപ്പൊ ഇന്ത്യ ഓസ്ട്രേലിയ ഒരു കോണ്ടിനെന്റ് അല്ല എങ്കിൽ പോലും ഓസ്ട്രേലിയ കോണ്ടിനെന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഓർത്തിരിക്കാം. പിന്നെ അന്റാർട്ടിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക അങ്ങനെയുള്ള ഫലകങ്ങളുണ്ട്. അപ്പൊ തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, വടക്കേ അമേരിക്ക, ഇന്ത്യ, ഓസ്ട്രേലിയ, ആഫ്രിക്ക, യൂറേഷ്യ, അങ്ങനെ 7ഓളം ഉണ്ട്. ഇതിൽ ഏതെങ്കിലും 2 മേജർ പ്ലേറ്റ്, 2 പ്രധാന ഫലകവും ചെറിയ ഫലകങ്ങൾ അതും ഒരു 6 എണ്ണമുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും 2 എണ്ണത്തിന്റെ പേര് എഴുതാം. കോക്കസ്, നാസ്ക, അറേബ്യൻ, അങ്ങനെ പലതുണ്ട്. അതൊന്ന് പഠിച്ചു വെച്ചൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പല രീതിയിൽ ചോദിക്കാം. ഇങ്ങനെ 2 എണ്ണം വീതം എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും 4 മേജറോ ഏതെങ്കിലും 4 മൈനറോ അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 10ാമത്തെ ചോദ്യം. ഇനി നമുക്ക് 11ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. 2 മാർക്കിന്റെ 11ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ ഡയഗ്രാമുകൾ തിരിച്ചറിഞ്ഞ് ഇത് ഏത് തരം കാറ്റാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെപ്പറ്റി എഴുതാനാണ്. ഐഡന്റിഫൈ ദം ആൻഡ് പ്രിപ്പയർ എ ബ്രീഫ് നോട്ട്. ബ്രീഫ് നോട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിനെപ്പറ്റി ഒരു വരി എഴുതിയാൽ മതി. കാരണം നിങ്ങൾ ആദ്യം വിൻഡ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 1 മാർക്ക് ലഭിക്കും, അര മാർക്ക് വീതം ലഭിക്കും. എ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഒരു അര മാർക്ക്, ബി ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അര മാർക്ക്, അങ്ങനെ 1 മാർക്ക് കിട്ടുന്നു. ഇതിനെപ്പറ്റി ഓരോ പോയിന്റ് കൂടി എഴുതുമ്പോൾ വീണ്ടും അര കിട്ടുന്നു. അങ്ങനെ മൊത്തം 2 മാർക്ക്. അങ്ങനെയാണ് ഇതിന്റെ മാർക്ക് ഡിവിഷൻ. അപ്പോൾ ജസ്റ്റ് എഴുതിയാൽ മതി. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ എപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് ഇത് ഈ ബ്രീസ്, ഇത് സീ ബ്രീസ്, ലാൻഡ് ബ്രീസും ആണ്. എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ സിയിൽ നിന്നാണ് ഈ ആരോ ഇങ്ങോട്ട് പോകുന്നത് അല്ലെ. ഇവിടെ ആണെങ്കിലോ ആരോയുടെ ഡയറക്ഷൻ ഒക്കെ ലാൻഡിൽ നിന്നാണ്. അപ്പൊ വളരെ സിമ്പിൾ ആണ്. ആദ്യത്തെ എ എന്ന് പറയുന്നത് സീ ബ്രീസ് ആണ്, അഥവാ കടൽക്കാറ്റാണ്. രണ്ടാമത്തത് ലാൻഡിൽ നിന്നാണ് വീശുന്നത് കൊണ്ട് ലാൻഡ് ബ്രീസ് അല്ലെങ്കിൽ കരക്കാറ്റാണ്. ഇനി അതിനെപ്പറ്റി നിങ്ങൾ പോയിന്റുകൾ പഠിച്ചിട്ടുണ്ട്, എന്താണെന്നെല്ലാം വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ അതിന്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് പഠിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണിത്. ഇതേപോലെ ഇപ്പൊ ഇത് ചോദിച്ച സ്ഥിതിക്ക് ഇതിന് മുൻ വർഷം ചോദിച്ച ചോദ്യം മൗണ്ടൻ ബ്രീസ്, അതായത് മുൻ വർഷം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ബോർഡ് എക്സാം, +1 ബോർഡ് എക്സാമിന് ചോദിച്ചത് മൗണ്ടൻ ബ്രീസും വാലി ബ്രീസും ആണ്, അഥവാ താഴ്വരക്കാറ്റും പർവ്വതക്കാറ്റുമാണ്. അപ്പൊ ഇതിൽ നിന്ന് എന്തായാലും ഒരു ലോക്കൽ വിൻഡിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അത് പഠിച്ചു വെച്ചേക്കുക. ഡയഗ്രാം ആയിട്ടും ചോദിക്കാം, അല്ലാതെയും ചോദിക്കാം. ഇനി 12ാമത്തെ ചോദ്യം, റൈറ്റ് എ നോട്ട് ഓൺ ദ ടൈപ്പ് ഓഫ് റെയിൻഫോൾ റിസീവ്ഡ് ഇൻ ദി വിൻഡ് വേർഡ് സൈഡ് ഓഫ് വെസ്റ്റേൺ ഘട്ട്സ്. പശ്ചിമഘട്ടത്തിന്റെ കാറ്റിനെ അഭിമുഖീകരിക്കുന്ന ഭാഗത്ത് ലഭിക്കുന്ന ഏത് തരം മഴയാണ് എന്നതാണ്. നമ്മുടെ കേരളത്തിലൊക്കെ പെയ്യുന്ന മഴ ഏത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് വെസ്റ്റേൺ ഘട്ട്സ് എന്ന് പറയുന്നത് പർവ്വതമാണ് അല്ലെ, അപ്പോൾ മലനിരകളാണ്. അപ്പൊ ഇവിടെ വീശുന്ന കാറ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മഴ എന്ന് പറയുന്നത് ഓറോഗ്രഫിക് റെയിൻഫോൾ അഥവാ പർവ്വത വൃഷ്ടിയാണ്. ഓക്കെ, കാരണം വെസ്റ്റേൺ ഘട്ട്സ് പർവ്വതങ്ങളാണ് അല്ലെങ്കിൽ മലനിരകളാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അതിന്റെ വിൻഡ് വേർഡ് സൈഡ് എന്ന് പറഞ്ഞാൽ കാറ്റ് വീശുന്ന സ്ഥലം. മറ്റെടുത്ത സ്ഥലത്തെ വിളിക്കുന്ന പേര് റെയിൻ ഷാഡോ റീജിയൻ എന്നാണ്. മഴ നിഴൽ പ്രദേശമാണ്. അതായത് ഇപ്പൊ കേരളവും തമിഴ്നാടും എടുത്തു കഴിഞ്ഞാൽ കേരളം മഴ പെയ്യുന്നത് കൊണ്ട്, കൂടുതൽ മഴ ലഭിക്കുന്നത് കൊണ്ട് അത് വിൻഡ് വേർഡ് സൈഡ്. വെസ്റ്റേൺ ഘട്ട്സിന്റെ റെയിൻ ഷാഡോ റീജിയൻ ആയിട്ട് തമിഴ്നാട് മാറുന്നു. അതും ഇതിനെ പറ്റി മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു പോയിന്റ് എഴുതുക. ഏത് മഴയാണെന്ന് എഴുതുന്നതിന് തന്നെ 1 മാർക്ക് കിട്ടും. അതിനെപ്പറ്റി ഒരു വരിയും കൂടി എഴുതിയാൽ വീണ്ടും 1 മാർക്ക്. അങ്ങനെ മൊത്തം 2 മാർക്കിന്റെ ചോദ്യമാണ് ആയിരുന്നു 12ാമത്തത്. ഇനി 13ാമത്തെ ചോദ്യത്തിൽ എന്ന് പറയുന്നത് അതൊരു ജനറൽ ചോദ്യമാണ്. ആഗോള താപനവുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിലെല്ലാം നിങ്ങൾ അല്ലെങ്കിൽ സയൻസ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിരുന്ന ടോപ്പിക്കാണ് ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോള താപനം. അതിനെ പറ്റിയുള്ള ചോദ്യമാണ്. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ 2 ചാപ്റ്ററുകളിൽ റിപ്പീറ്റ് വരുന്നുണ്ട് ഈ ഒരു ടോപ്പിക്ക്. അപ്പൊ ഇതിൽ നിന്നൊരു ജനറൽ ചോദ്യം, എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് വേണമെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ ഇതേ കണക്ക് ഗ്ലോബൽ വാർമിംഗിന്റെ എഫക്ട്സ്, അഡ്വേഴ്സ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ദൂഷ്യഫലങ്ങളാണ്. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നു, വാട്ട് ആർ ദി കോസസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്, അങ്ങനെയൊക്കെ രീതിയിൽ. അപ്പം എന്താണ് ഗ്ലോബൽ വാർമിംഗ്, ഇതിനുള്ള ആഗോളതാപനം, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ദൂഷ്യഫലങ്ങളോ കാരണങ്ങളോ എങ്ങനെ വേണമെങ്കിലും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഈ വട്ടം ചോദിച്ചത് അഡ്വേഴ്സ് എഫക്ട്സ് ആണ്. ഒരുപാടുണ്ട് അഡ്വേഴ്സ് എഫക്ട്സ്. അതിൽ നിങ്ങൾക്ക് എന്താണ് അഡ്വേഴ്സ് എഫക്ട്സ് മെഷേഴ്സ് ടു ഓവർകം ആണ് അല്ലെ. അഡ്വേഴ്സ് എഫക്ട്സ് അല്ല ചോദിച്ചത്, ദൂഷ്യഫലങ്ങളെ മറികടക്കാനുള്ള നടപടികളാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് കുറെ പോയിന്റുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു 4 പോയിന്റ് എഴുതുക. കാരണം ഇതൊരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 4ഓളം പോയിന്റുകൾ എഴുതാം. റിന്യൂവബിൾ റിസോഴ്സസ് ഉപയോഗിക്കുക, അതായത് നമുക്ക് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ, അതായത് വിൻഡ് എനർജി, കാറ്റ് ഊർജ്ജം, സോളാർ എനർജി, സൗര ഊർജ്ജം, അങ്ങനെയൊക്കെയുള്ള ഊർജ്ജ വിഭവങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇംപ്രൂവിങ് എനർജി എഫിഷ്യൻസി, പിന്നെ വെഹിക്കിൾ ഫ്യൂവൽ എക്കോണമി, അതായത് നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾസ് ഉപയോഗിക്കാം. അപ്പൊ അതിൽ നമുക്ക് എന്തില്ല, പൊല്യൂഷൻ ഇല്ല.
സേഫ് ഗാർഡിങ് ഫോറസ്റ്റ് അല്ലെങ്കിൽ എഫോറസ്റ്റേഷൻ, വനവൽക്കരണം നമുക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ കാടുകൾ വെട്ടി നശിപ്പിക്കുന്നത് കുറയ്ക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റുകളാണ്. കാര്യം കാട് വെട്ടി നശിപ്പിക്കുമ്പോൾ, മരങ്ങൾ ഇല്ലാതാകുമ്പോൾ ഈ പറഞ്ഞ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടും അല്ലെ. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ സംരക്ഷിക്കാം, വനങ്ങളെ സംരക്ഷിക്കാം. പിന്നെ ബയോഫ്യൂവൽസ് കൂടുതലായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഹൈ പ്രൈസ് ഓൺ കാർബൺ, അതായത് കാർബൺ പോലുള്ള വസ്തുക്കൾക്ക് ഒരുപാട് വില കൂട്ടുവാണെങ്കിൽ, അതായത് പെട്രോളിന്റെ ഒക്കെ വില കൂടുമ്പോൾ കുറച്ച് ഉപയോഗിക്കും. അതിന്റെ ഒരു ഫലമായിട്ടാണ് ഈ ഇടയായിട്ട് പെട്രോളിന് വില കൂടിയതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന കണക്ക് ഗ്ലോബൽ വാർമിംഗ് തടയാൻ സാധിക്കും. അങ്ങനെ ഏതെങ്കിലും ജനറൽ ആയിട്ടുള്ള പോയിന്റ് ഇത് ഞാൻ ജസ്റ്റ് ഇത് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചത് വെച്ചിട്ടോ ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ പോയിന്റുകളുണ്ട്, അത് വെച്ചിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. 13ാമത്തെ ചോദ്യം അതായിരുന്നു. 14ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓഷൻ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, സമുദ്രജല താപ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ് എന്നതാണ്. 4ഓളം ഘടകങ്ങളുണ്ട്. ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അക്ഷാംശ രേഖ, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ, കരയുടെയും കടലിന്റെയും തുല്യമല്ലാത്ത വിതരണം, പ്രിവെയിലിംഗ് വിൻഡ്, സ്ഥിരവാതകങ്ങൾ, അതുപോലെ തന്നെ ഓഷൻ കറൻസ്, സമുദ്രജല പ്രവാഹങ്ങൾ. അതായത് ഈ 4 പോയിന്റ് എഴുതിയാൽ, ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയൊന്നും വേണ്ട, വെറുതെ 4 പോയിന്റ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് വളരെ സിമ്പിൾ ചോദ്യം, പണ്ട് മുതലേ നിങ്ങൾ 10th പഠിച്ചതാണ്. ഖാദർ ബങ്കർ തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യുക. ഖാദർ എന്ന് കേൾക്കുമ്പോഴേ അത് ന്യൂ അലൂവിയൽ അല്ലെങ്കിൽ പുതിയ എക്കൽ മണ്ണ് ആണെന്നും, ബങ്കർ എന്ന് പറയുന്നത് പഴയ എക്കൽ മണ്ണ്, ഓൾഡ് അലൂവിയൽ സോയിൽ. ജസ്റ്റ് അത് മാത്രം എഴുതിയാൽ മതി. ആദ്യം വേണമെങ്കിൽ എന്താണ് ഖാദർ ബങ്കർ എന്ന് ഡയറക്റ്റ് എഴുതുന്നതിന് മുമ്പ്, ദേ ആർ 2 ടൈപ്സ് ഓഫ് അലൂവിയൽ സോയിൽ ഫൗണ്ട് ഇൻ നോർത്തേൺ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ അല്ലെങ്കിൽ ഉത്തര മഹാസമതലങ്ങളിൽ കണ്ടുവരുന്ന 2 തരം എക്കൽ മണ്ണാണ് ഖാദറും ബങ്കറും. ഖാദർ ഈസ് ന്യൂ അലൂവിയൽ അല്ലെങ്കിൽ ഖാദർ പുതിയ എക്കൽ മണ്ണ്, ബങ്കർ ഓൾഡ് അലൂവിയൽ അത് പഴയ എക്കൽ മണ്ണും ആണ്. ഇത് ഇത്ര എഴുതിയാൽ മതി. ഖാദർ ബങ്കർ ഡയറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, കേൾക്കുമ്പോഴേ അത് അലൂവിയൽ സോയിലാണ്, എക്കൽ മണ്ണാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അതും ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഖാദർ ബങ്കറുമായി ബന്ധപ്പെട്ട്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഇന്ത്യയുടെ ഡ്രെയിനേജ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന്, ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. 4 റിവേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒറിജിൻ ആണ് ഇവിടെ ഇങ്ങനെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് അത് മാച്ച് ചെയ്യുക എന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മാച്ച് ചെയ്യാം. നർമ്മദ ഇന്ത്യയിലെ നമ്മുടെ ഈസ്റ്റിലോട്ട് ഒഴുകുന്ന പ്രധാനപ്പെട്ട, കിഴക്കോട്ട് ഒഴുകുന്ന പ്രധാനപ്പെട്ട പെനിൻസുലാർ റിവറാണ്, ഉപദ്വീപീയ നദിയാണ്. നർമ്മദയുടെ ഉത്ഭവസ്ഥാനം അമർകണ്ടക് പ്ലേറ്റു ആണ്, അമർകണ്ടക് പീഠഭൂമി. അപ്പൊ നർമ്മദ എന്ന് എഴുതിയിട്ട് ഹൈഫൻ ഇട്ടിട്ട് അമർകണ്ടക് പ്ലേറ്റു എന്ന് എഴുതാം. കാരണം നിങ്ങൾ ഇങ്ങനെ വരച്ച് കാണിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് എഴുതിയാൽ മതി. അടുത്തത് ബ്രഹ്മപുത്ര. ഒരുപാട് പേര് തെറ്റിച്ചത് ഞാൻ കണ്ടതാണ്. ബ്രഹ്മപുത്ര ബ്രഹ്മഗിരി എന്ന് എഴുതുന്നത്, കാര്യം 2ലും ബ്രഹ്മ ഉള്ളത് കൊണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ എഴുതരുത്. ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം തിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്, ഒരു ഹിമാലയൻ നദിയാണ്. ഈ ഓപ്ഷനിലും ഏക ഹിമാലയൻ നദി ബ്രഹ്മപുത്രയാണ്. ഹിമാലയയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഇൻഡസ്, സിന്ധു നദി, ഗംഗ, ബ്രഹ്മപുത്ര, ഇത് 3മാണ് പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഹിമാലയൻ നദികളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതിൽ ബ്രഹ്മപുത്ര ടിബറ്റിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുപോലെ നമ്മുടെ മാനസരോവർ തടാകത്തിന്റെ അടുത്ത് നിന്നാണ്. അപ്പം അത് ടിബറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിലൊരു ഇന്ത്യൻ പേരല്ലാതെ തോന്നുന്നതും ആദ്യത്തെ ഓപ്ഷനായ ചെമയങ്ഡുങ് ഗ്ലേഷ്യർ ആണ്. അപ്പം ഇതിന്റെ ഉത്തരം ചെമയങ്ഡുങ് ഗ്ലേഷ്യർ ഹിമാനി എന്നതാണ്. അപ്പോൾ അതിലോട്ട് മാർക്ക് ചെയ്യുക. പലരും ബ്രഹ്മപുത്രയ്ക്ക് ബ്രഹ്മഗിരിയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ തെറ്റ് വരുത്തരുത്, ഇനിയെങ്കിലും അത് തെറ്റാതിരിക്കുക. അടുത്തത് കാവേരിയാണ് ബ്രഹ്മഗിരി. ഓക്കെ, കാവേരി, ബ്രഹ്മഗിരി, കൃഷ്ണ, മഹാബലേശ്വർ. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ ഓപ്ഷൻ. അപ്പൊ കൃഷ്ണ, മഹാബലേശ്വർ, കാവേരി, ബ്രഹ്മഗിരി, അങ്ങനെ ഓർത്തിരിക്കുക. കാവേരി, ബ്രഹ്മഗിരി, കൃഷ്ണ, മഹാബലേശ്വർ, അങ്ങനെ പഠിച്ചു വെച്ചേക്കാം. ഇനിയെങ്കിലും മറന്നു വരുന്നത്. ഇപ്പൊ ഇത് ചോദിച്ച സ്ഥിതിക്ക് ഇനി മറ്റ് റിവേഴ്സിന്റെ ഒറിജിൻ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അതുകൂടിയൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ ചിലപ്പോൾ അല്ലാതെ അടയാളപ്പെടുത്താൻ 1 വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാം, മീൻസ് MCQ ആയിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ പഠിക്കുക. 16ാമത്തെ ചോദ്യം അതായിരുന്നു. അടുത്ത 17ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ 5 തരം വനങ്ങളുണ്ട്. ആ വനങ്ങളിലെ ഏതെങ്കിലും 4 എഴുതുക എന്നാണ്. 5 ഗ്രൂപ്പ്സ് ഓഫ് ഫോറസ്റ്റ് ഉണ്ട് ഇന്ത്യയിൽ. ഇന്ത്യൻ ഫോറസ്റ്റിനെ നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഏതെങ്കിലും 4 എഴുതുക. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിന്റെ പേര് പട്ടികപ്പെടുത്തുക, എഴുതിയാൽ മാത്രം മതി. 5 എണ്ണത്തിന്റെ പേരൊന്ന് പഠിച്ചു വെച്ചേക്കുക. നമുക്ക് ഏതെങ്കിലും 4 എഴുതാം. ഇതിലിപ്പം ട്രോപ്പിക്കൽ എവർഗ്രീൻ അല്ലെങ്കിൽ ഉഷ്ണമേഖല നിത്യഹരിത, അർദ്ധ നിത്യഹരിത വനങ്ങൾ, അതാണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ, സെമി എവർഗ്രീൻ. ട്രോപ്പിക്കൽ ഡെസീഡിയസ്, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. അതിനെ 2 ആക്കുന്നുണ്ട്, വെറ്റും ഡ്രൈയും എന്നൊക്കെ പറഞ്ഞ് 2 ആക്കുന്നുണ്ട്. അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക.
അടുത്തത് 3 എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ തോൺ ആണ്, അതായത് ഉഷ്ണമേഖല മുൾക്കാടുകൾ. അടുത്തത് മോണ്ടെയിൻ. മോണ്ടെയിൻ എന്ന് കേൾക്കുമ്പോൾ മൗണ്ടെയിൻ എന്ന് മനസ്സിലോട്ട് ആലോചിച്ചോണം, പക്ഷെ എഴുതുമ്പോൾ നമ്മൾ മോണ്ടെയിൻ എന്ന് എഴുതത്തുള്ളൂ. മോണ്ടെയിൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ പർവ്വത വനങ്ങൾ, അതിനെ രണ്ടാക്കുന്നുണ്ട്, നോർത്തും സൗത്തും എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ലിറ്ററൽ ആൻഡ് സ്വാം ഫോറസ്റ്റ്, തീരദേശ ചതുപ്പ് വനങ്ങളാണ് ഇതിൽ വരുന്നത്. അത് കണ്ടൽ കാടുകൾ, മാംഗ്രൂവ് ഫോറസ്റ്റ് എന്നും ടൈഡൽ ഫോറസ്റ്റ് എന്നും ഒക്കെ ഇതിനെ അറിയപ്പെടും. ഏതെങ്കിലും ഒന്ന് എഴുതുക. അങ്ങനെ 5 ഉണ്ട്. ഇതിൽ ഏതെങ്കിലും 4 പേര് മാത്രം എഴുതിയാൽ മതിയായിരുന്നു ഈ പരീക്ഷയിലെ ചോദ്യത്തിന്. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും 2 മാർക്ക് കിട്ടിയേനെ. ഇനി ഈ സെക്ഷനിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി 2 ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ബൈ ദി ആക്ഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഭൂഗർഭജലത്തിന്റെ പ്രവർത്തനത്താൽ ഉണ്ടാകുന്ന ഏതെങ്കിലും 2 അപരദന ഭൂരൂപം. അപരദനം എന്ന് പറയാം, അപരദന ഭൂരൂപം എന്നാണ് മലയാളത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഡെപ്പോസിഷനിലാണ്, അപ്പം 2 മറ്റേത് നിക്ഷേപ ഭൂരൂപം വരും. അപ്പൊ ഇവിടെ കുഴപ്പമില്ല, ഇപ്പം മലയാളത്തിലെ അപരദനവും ഇംഗ്ലീഷിലെ ഡെപ്പോസിഷനും ആണ് വന്നേക്കുന്നത്. ആക്ച്വലി ഇവിടെ നിക്ഷേപ ഭൂരൂപമാണ് എഴുതേണ്ടത്. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് ഉണ്ടെങ്കിൽ പോലും ഇവിടെ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൽ ഡെപ്പോസിഷൻ ആയതുകൊണ്ട് സ്റ്റാലക്ടൈറ്റ് സ്റ്റാലക്മൈറ്റ് ആണ് ഇവിടെ എഴുതേണ്ടത്. കാരണം ഡെപ്പോസിഷനിലാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇൻ കേസ് മറ്റേത് ചോദിച്ചാൽ, അതായത് അപരദനം ചോദിച്ചാൽ നമുക്ക് കേവ് എഴുതാം, അതുപോലെ ഡോളൈൻ, ഊവാല എന്നൊക്കെ പറഞ്ഞ ഉണ്ട്. പക്ഷെ അതങ്ങനെ അധികം ചോദിച്ചു കണ്ടിട്ടില്ല. മുൻ വർഷങ്ങളിലൊക്കെ ചിത്രം തന്നിട്ടും ഒക്കെ ചോദിച്ചിട്ടുള്ളത് സ്റ്റാലക്ടൈറ്റും സ്റ്റാലക്മൈറ്റും ആണ്. അതായത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്ന ലൈംസ്റ്റോൺ ഡെപ്പോസിഷൻസിനെയാണ് സ്റ്റാലക്ടൈറ്റ് എന്ന്, അപ്സൈഡ് ഡൗൺ അല്ലെങ്കിൽ ഫ്രം ദ റൂഫ് ഓഫ് ദ കേവ് അതാണ് സ്റ്റാലക്ടൈറ്റ് എങ്കിൽ, ഫ്രം ദ ഫ്ലോർ അതായത് അതിന്റെ നമ്മുടെ ഗുഹയുടെ താഴെയിൽ നിന്ന് മുകളിലോട്ട് ഉയർന്നു പോകുന്ന ചുണ്ണാമ്പുകല്ല് ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് ജലം ഇറ്റി വീഴുന്നു. ഇതിന്റെ ഫലമായി ഗുഹയുടെ തറയിൽ നിന്ന് ഉയർന്നു പോകുന്ന രൂപങ്ങളെ സ്റ്റാലക്മൈറ്റ്. ഫ്രം ദ ഫ്ലോർ ആണെങ്കിൽ സ്റ്റാലക്മൈറ്റും, ഫ്രം ദി റൂഫ് മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നതിനെ സ്റ്റാലക്ടൈറ്റ് എന്നും വിളിക്കുന്നു. പിന്നെ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ പില്ലർ അല്ലെങ്കിൽ സ്തംഭങ്ങൾ രൂപം കൊള്ളുന്നു. ഇതാണ് ഇവിടെ. ഇതിൽ ഏതെങ്കിലും 2 പറ്റി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഡെപ്പോസിഷന് വേണ്ടിയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. മലയാളത്തിൽ അപരദനമാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേത് എഴുതാം, അതിന് 2 മാർക്ക് കിട്ടും. അപ്പോൾ ആക്ച്വലി ഇവർ ഉദ്ദേശിക്കുന്നത് സ്റ്റാലക്ടൈറ്റ് സ്റ്റാലക്മൈറ്റും ആണ് എഴുതേണ്ടത്. ഇവിടെ കഴിഞ്ഞ വർഷത്തെ ബോർഡിനോ മോഡലിനോ ചോദിച്ചത് ഇതിന്റെ ചിത്രം തന്നിട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് എഴുതാൻ ചോദിച്ചിരുന്നത്. അതായത് അത് ഈ ചിത്രം തന്നിട്ട് എഴുതാൻ ചോദിച്ചിരുന്നു. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാൻ ഇമ്പോർട്ടന്റ് ആണ്.